ഷമീറിന്റെ ഒരു ടെസ്റ്റ് റിപ്പോർട്ടിന് ഇത് കണ്ടിട്ടേ ഐ ഗോട്ട് എൻ ഇൻഫർമേഷൻ ലൈക്ക് അത് ഭയങ്കര ക്രെഡിബിൾ ആയ സ്ഥലത്ത് കിട്ടിയേ അവൻ ആ റിസൾട്ട് കാണിച്ചത് ഫേക്ക് ആണെന്നുള്ളത്. സോ അത് എനിക്കറിയാം ലാബ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഡെഫിനറ്റ്ലി ഐ നോ, ബിക്കോസ് ഞാൻ കണ്ടൊരു അന്വേഷിച്ച് നിങ്ങൾ ഭയങ്കര റെപ്യൂട്ടഡ് ആണ്. പക്ഷെ നിങ്ങളെ കൂടി പറ്റിക്കുന്ന രീതിയിൽ അവനത് ചെയ്യുമ്പോൾ ഒക്കെ കണ്ടല്ലോ. ഇതാ എൻ്റെ പേര് കണ്ടോ, മുഹമ്മദ് ഷമീർ TK. ഇതാ വയസ്സ് 25, സെൽഫ് ഇതാ. ഓക്കെ, ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഷമീറേ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു കവർ ഉണ്ടല്ലോ, ഒരു എൻവലപ്പ്. ആ എൻവലപ്പിനകത്താണ് ഹാർഡ് കോപ്പി. ഓക്കെ, ആ ലാബിൽ നിന്ന് നിൻ്റെ കയ്യിൽ ലാബുകാർ തന്ന ഹാർഡ് കോപ്പി. എന്നോടൊരു ടെസ്റ്റ് റിസൾട്ട് പുറത്തു കൊടുന്ന് കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ ആ ഹാർഡ് കോപ്പി ആണ് എടുത്ത് കാണിക്കുക. കാരണം ദാറ്റ് ഈസ് ദ പ്രൂഫ്. അല്ലാതെ ഞാൻ കോപ്പി എടുത്ത ഒരു ഹാർഡ് കോപ്പിയിൽ നിന്ന് വീണ്ടും ഞാൻ തന്നെ കോപ്പി എടുത്തിട്ട് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യം എന്താ? എന്താ തലയ്ക്ക് നൊസ്സാ എനിക്ക്? അതുപോലെ എനിക്ക് എന്നോട് ചോദിക്കാം, എനിക്ക് തലയ്ക്ക് ഭ്രാന്താ? ആ ചെക്ക ആ ഹാർഡ് കോപ്പി കണക്ക് ഇട്ട് തന്ന ആ സാധനം ഉണ്ടല്ലോ ലിയോ ലാബ്സിൻ്റെ, അത് തുറന്ന് അതിനകത്ത് വാട്ടർമാർക്കുള്ള അതാ ഒറിജിനൽ സാധനം, ഒറിജിനൽ കയ്യിൽ വെച്ചിട്ട് ഇപ്പുറത്ത് മറ്റേ പുഴുങ്ങിയ കോപ്പി കാണിക്കുന്ന മണ്ടനല്ല അതിബുദ്ധിമാനെ. നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അവൻ്റെ പിന്നാലെ പോയത്. ഓക്കെ, എന്നിട്ട് ഇവൻ അയച്ചു തരാമെന്ന് പറയുന്നത് ഈ കോപ്പിയാണ്. കോപ്പി കയ്യിൽ വെച്ചാൽ മതി. അണക്ക് അയച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ, കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഹാർഡ് കോപ്പി, ആ കവറിനകത്തുള്ള ഒറിജിനൽ സാധനം വിത്ത് വാട്ടർമാർക്ക്, ഇല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിലേക്ക് വന്ന അവിടുന്ന് അയച്ച സാധനം വിത്ത് പാസ്വേഡ് അയച്ചതാ, കയറി നോക്കട്ടെ. അതിൽ തിരുത്താൻ പറ്റില്ല. വാട്സാപ്പ് ആ സാധനം നമുക്ക് നേരെ പാസ്വേഡ് അടിച്ച് കയറുക, കാണുക, പിന്നെ അത് കളയുക, അത്രേ ഉള്ളൂ. വേറെ പരിപാടി ഒന്നും അതിൽ നടക്കില്ല. ഈ ലൈവായിട്ട് ഈ എൻ്റെ ലൈവിൽ ഈ ലാബിൻ്റെ നമ്പറിൽ നിന്ന് വന്ന നിങ്ങളുടെ വാട്സാപ്പ് ചാറ്റിനകത്തുള്ള PDF ഫയൽ ഓപ്പൺ ആക്കുക. ഞാൻ കിട്ടിയില്ലെങ്കിൽ ലാബിനോട് ചോദിക്കുക, ഒരു അയച്ചു തരും. ഒരാഴ്ച തരുമൊന്നുമില്ല. ഇനി കണക്ക് ഒരാൾക്കുള്ള പണി വേറെ വെച്ചിട്ടുണ്ട്. ഈ ലാബിൽ നിന്ന് ഈ സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തുറക്കുക. എൻ്റെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് അടിക്കുക. ഞാൻ അണക്ക് എൻ്റെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നോട് ചോദിച്ചത് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് അടയ്ക്കുക. എന്നിട്ട് ഈ അത് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് ഓപ്പൺ ആവും. എന്നിട്ട് ആ സാധനം ഈ ഒന്ന് ലൈവിൽ കാണിക്കുക. അല്ലെങ്കിൽ ഹാർഡ് കോപ്പിനെ തുറന്ന് കാണിച്ചോ. അതിൻ്റെ ഉള്ളിൽ വാട്ടർമാർക്കുള്ള സാധനം കവറിനകത്തുള്ളത് എനിക്ക് തുറന്ന് കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് തുറന്ന് കാണിക്കുക, വിത്ത് വാട്ടർമാർക്ക് ആ സാധനം കാണിക്കുക. അപ്പം വിശ്വസിക്കും. ഇനി ഇത് വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം, ഇവൻ ഈ ലാബിൻ്റെ പേര് ലാബ് ഹൈലി ക്രെഡിബിൾ ആണ്, ലാബ് ഓതറൈസ്ഡ് ആണ്, ലാബുകാരുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല. പക്ഷെ എന്താ പറയുക, ഇവരുടെയൊക്കെ ഒരു ക്രൂക്കഡ് ബുദ്ധി ഉണ്ട് ഇവന്മാരത്. ഇതൊന്നും ആരും കണ്ടുപിടിക്കില്ല. കുട്ടികൾ വ്യൂവേഴ്സാണ്, ഇവരെയൊക്കെ പറ്റിക്കാം. അല്ലെങ്കിൽ ഇവരെ മുന്നിൽ വന്ന് എടാ തൊപ്പി വന്ന് പറഞ്ഞത് AI ആണ്. ഈ എൻ്റെ സ്വന്തം റിസൾട്ടാണ് ഈ വന്നിരുന്നിട്ട് ആളെ മറ്റേതാക്കാൻ വേണ്ടി കാണിക്കുന്നത്. ഷമീറേ, ഇനി ഞാൻ എനിക്കൊരു വോയിസ് ഇവിടെ കേൾപ്പിക്കാം. ഇത് ഈയും കേൾക്കണം, വ്യൂവേഴ്സും കേൾക്കണം. ഓക്കെ, അല്ല അത് മറ്റേ നമ്മൾ ഇന്നലെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നമ്മളത് അപ്രോപ്രിയേറ്റ്ലി ഡെസ്കിൽ വിട്ടിട്ടുണ്ട്. അത് ഒരു ലീഗലി ചെയ്തോളൂ. നിങ്ങൾ ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അങ്ങനത്തെ നീക്കം ഉണ്ടോന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മളത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ അയച്ചിട്ടുണ്ട്. അത് പിന്നെ അവര് അങ്ങനെ അവര് ചെയ്തോളൂ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കൊടുത്തത് അവൻ കൊണ്ടുപോയി തിരുത്തിയിട്ടല്ലേ ഇട്ടെ? എനിക്ക് അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ കമന്റ് ചെയ്യാൻ വേണ്ടി അശക്തനാണ്. മനസ്സിലായി, അതിന് അശക്തനാണ് സംസാരിക്കാൻ. നോ വരീസ്, എനിക്ക് മനസ്സിലായി. ഞാൻ എന്താ പറയുക, നമുക്കിത് കേസായോന്ന് മാത്രം അറിഞ്ഞാൽ മതി, അല്ലാതെ നിങ്ങൾ ഇതിൽ ഒരു കോളും പറയണ്ട. അത് തീർച്ചയായിട്ടും നമ്മള് തെറ്റായ പ്രവൃത്തി മറ്റേ സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് അറിയിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഈ ലാബിലെ ടോപ്പ് മാനേജ്മെന്റ്, അതായത് ഈ ലാബിന്റെ ഓണേഴ്സ് അടക്കമുള്ള ഇവരുടെ ഒരു MD ബോർഡ് കാണുമല്ലോ, അവരെന്താണെങ്കിലും നിയമപരമായിട്ടുള്ള നടപടികൾക്ക് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഷമീറ പറയുന്നത്. സോ ദാറ്റ് ഷോസ് ഈ പബ്ലിക്കിൽ കാണിച്ച ഈ ഒരു പ്രൂഫ്, അതായത് ഒറിജിനൽ ഹാർഡ് കോപ്പിയിൽ നിന്ന് കോപ്പി എടുത്തു എന്ന് പറയപ്പെടുന്ന ഈ സാധനം, ഈ അടുത്ത വീഡിയോയിൽ ഞാനത് പ്ലേ ചെയ്യും. ഈ സാധനം ഈ കാണിച്ചിട്ട് ഇതിലെല്ലാം നെഗറ്റീവ് എന്ന് വായിക്കുന്നുണ്ട് എൻ്റെ റിസൾട്ട്. അതിൽ ഒരു റിസൾട്ട് എൻ്റെ അത് നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവാണ് കാണിച്ചത്. ഈ എന്താ ചെയ്തേ, PDF കോപ്പി വരുന്നതിൽ വാട്ടർമാർക്ക് കാണില്ല. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ, അത് ഡൗൺലോഡ് ചെയ്തിട്ടോ, അത് നമുക്ക് നെറ്റിൽ എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്ത് വിടാൻ ഇഷ്ടംപോലെ ബിരുദന്മാരുണ്ട്. അതെന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. കാരണം അതിൽ വാട്ടർമാർക്ക് ഇല്ലാത്ത സാധനമാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, അത് നൈസായിട്ട് കോപ്പി ആയിട്ട് എടുത്ത് വയ്ക്കാം. ഹാർഡ് കോപ്പി പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. അവിടുന്ന് കിട്ടിയ ഹാർഡ് കോപ്പി വിത്ത് വാട്ടർമാർക്ക് പുറത്ത് കാണിക്കേണ്ട കാര്യമില്ല. എടാ, ഇത് പുറത്ത് വിടുമ്പോൾ
ഈ ലാബുകാർ മണ്ടന്മാരാണോ? അവരിത് കാണുന്നില്ലേ? അവർക്ക് ചെയ്യുന്ന ജോലിയോടും അവരുടെ സ്ഥാപനത്തിനോടും അവർക്കൊരു കൂറില്ലേ? അവർ നാളെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യേണ്ട ആൾക്കാരല്ലേ ആ ലാബുകാർ? വർഷങ്ങളായിട്ടുള്ള ലാബാ. ആ ലാബുകാർക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അവരിത് കാണുമ്പോൾ ചെയ്ത തൊഴിലിൽ വേറൊരുത്തം കൊടുന്നിട്ട് കള്ളത്തരം കാണിക്കുമ്പോൾ അവരതിന് കൂട്ട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ അവരത് ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. കാരണം നീ പുറത്ത് കാണിച്ച ഈ ലാബ് റിസൾട്ട് എന്ന് പറഞ്ഞ സാധനം അവർ തന്നതല്ല നിനക്ക്, അതിൽ നീ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ, ഈ ലാബ് ഇപ്പം ഈ പറഞ്ഞ കേസിന് പോയി അല്ലെങ്കിൽ കേസിന് പോകുമെന്ന് പറഞ്ഞത് തെറ്റാണെങ്കിൽ നീ എനിക്കെതിരെ കേസ് കൊടുത്തോളാം, ഡിഫമേഷൻ കേസ് കൊടുത്തോ ധൈര്യമായിട്ട്. അപ്പോൾ ഇതിൽ അന്വേഷണം വരുമല്ലോ. അപ്പോൾ ഈ ലാബ് റിസൾട്ട് പോലീസുകാർ ലാബിൽ നിന്ന് എടുക്കും. അപ്പം നീ പുറത്ത് കാണിച്ചതും ഒറിജിനൽ ലാബ് റിസൾട്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നമുക്കറിയാമല്ലോ. കാരണം ഈ ലാബിനൊരു പ്രശ്നമുണ്ട്. ലാബിൽ ഉള്ള തൊഴിലാളികൾക്കോ നീ വേണം അതിൻ്റെ മുതലാളിക്കാണെങ്കിൽ പോലും ലാബ് എത്തിക്സ് വെച്ചിട്ട് അവർക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ഷുഗറിൻ്റെ ടെസ്റ്റ് ചെയ്തത് പോലും കൺസേൺഡ് പേഴ്സൺ അയാൾക്ക് കൊടുക്കാന്നല്ലാതെ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല, പുറത്ത് വിടാനും പറ്റില്ല. ഫൈൻ, ഞാനാ പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് റിസൾട്ട് തരാൻ അവർക്ക് വകുപ്പുള്ളൂ, വേറെ എവിടെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ പറ്റും ഇത് കേസായാൽ, ലാബുകാരെന്താണെങ്കിലും പോകും. ഓക്കെ, ഈ ഒളിവിലാണല്ലോ, പിന്നെ കണ്ണൂരിനെ ഒരു കൊടുത്തോട്ടെ. ഏത് ലാബുകാർ അവിടെ ആയതുകൊണ്ട് പിന്നെ പാവങ്ങൾ അവിടെ കൊടുക്കും. ഈ എവിടെയാണെന്നുള്ളത് അറിയാത്തതുകൊണ്ട് വിഷയമല്ല. ഫൈൻ. പിന്നെ ഇനി അണക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവും ഇന്ത്യയിൽ ഈ ഒരു വോയിസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അല്ല കുട്ടാ, ഈ ഇതിനൊരു കൗണ്ടറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വിത്ത് ചാറ്റ് സ്ക്രീൻസ് അടക്കം ഞാനിതിൽ വളരെ വ്യക്തമായിട്ടുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ ഇനിയിരിക്കുന്നുണ്ട്. ഞാൻ അതും കൂടി കാണിച്ചു തരാം. ഫൈൻ.